14 അധ്യായം 10 വാക്യം. ഹൃദയം സ്വന്തം ദുഃഖത്തെ അറിയുന്നു, അതിൻ്റെ സന്തോഷത്തിലും അന്യൻ ഇടപെടുന്നില്ല. അപ്പോൾ ജ്ഞാനിയായ ശലോമോൻ പറയുന്നൊരു കാര്യമാണ്, ഹൃദയം സ്വന്തം ദുഃഖത്തെ അറിയുന്നു. അപ്പോൾ നമ്മുടെ ഹൃദയത്തിലെ നമ്മുടെ ദുഃഖങ്ങൾ, നമ്മുടെ വേദനകൾ, പ്രയാസങ്ങൾ, നാളുകളായുള്ള ആരോടും പറയാത്ത വിഷയങ്ങൾ, ജീവിതം എങ്ങനായിത്തീരും, ഭാവി എന്തായിത്തീരും എന്ന് ഓർത്ത് ചിന്തിക്കുന്ന വിഷയങ്ങളൊക്കെ ഹല്ലേലൂയ ആരും അറിയത്തില്ല. നിൻ്റെ ഭാര്യ അറിയത്തില്ല, നിൻ്റെ മക്കളറിയത്തില്ല, നിൻ്റെ സഭാവിശ്വാസികൾ അറിയത്തില്ല. അത് നിൻ്റെ ഹൃദയം മാത്രമാണ് സ്വന്തം ദുഃഖത്തെ അറിയുന്നത്. എന്നാൽ വീണ്ടും ശലോമോൻ പറയുകയാണ്, അതിൻ്റെ സന്തോഷത്തിലും അന്യൻ ഇടപെടുന്നില്ല. അപ്പോൾ മനസ്സിലാക്കണം, നിൻ്റെ ഹൃദയത്തിന് എന്നും ദുഃഖവും മാത്രമല്ല, അതിനൊരു സന്തോഷമുണ്ടാവും. നീ സന്തോഷിക്കുന്നതിൻ്റെ ദിവസമുണ്ടാവും, അല്ലെങ്കിൽ ദൈവം ഒരുക്കും. അതിൽ അന്യൻ ഇടപെടുന്നില്ല. നമുക്ക് 1 ശമൂവേൽ പുസ്തകം 1 അധ്യായം വായിക്കുമ്പോൾ, അല്ലെങ്കിൽ 2 അധ്യായമൊക്കെ വായിക്കുമ്പോൾ ഒരു ഹന്നയെ നമുക്ക് കാണാൻ കഴിയും. വളരെ നാളുകളായി അവളുടെ ജീവിതത്തിൽ ഒരു ദുഃഖമുണ്ട്. അവൾക്കൊരു കുഞ്ഞില്ല, ഒരു പുരുഷ സന്താനമില്ല. നാളുകളായി ഉള്ളിൽ വിഷമാണ്. അവൾ ആലയത്തിൽ കടന്നു പോകുന്നതും ദുഃഖത്തോടാണ് കടന്നു പോകുന്നത്. അവിടെ എഴുതിയിരിക്കുന്ന കാര്യം, അവൾ മനോവ്യസനത്തോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവളൊരു നേർച്ച നേരുകയാണ്, നീ എനിക്കൊരു പുരുഷ സന്താനത്തെ തന്നാൽ ഞാൻ അവനെ നിനക്ക് നിവേദിച്ചിരിക്കും, അല്ലെ നിനക്ക് തരും, നിൻ്റെ ശുശ്രൂഷയ്ക്കായി തരും. അപ്പോൾ അവൾ ആ ചർച്ചിൽ ആലയത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ പുരോഹിതൻ വന്ന് ചോദിക്കുകയാണ്, നീ എത്രത്തോളം ഇങ്ങനെ ലഹരി ഇരിക്കും, അല്ലെങ്കിൽ നീ മദ്യപിച്ചിട്ടിരിക്കും, നിൻ്റെ കെട്ടിറങ്ങട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ആ പള്ളിയിലെ പുരോഹിതന് പോലും അറിയത്തില്ല, അല്ലെങ്കിൽ പാസ്റ്റർക്ക് പോലും അറിയത്തില്ല ഈ ചെല്ലുന്ന സഹോദരിയുടെ വേദനയും പ്രയാസങ്ങളെല്ലാം. എന്നാൽ അവസാനം ആ ദേവദാസൻ പ്രാർത്ഥിച്ച് പറഞ്ഞു, അടുത്ത വർഷം ഇതേ സമയമാകുമ്പോൾ നിനക്ക് ഒരു പുരുഷ സന്താനം തരുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആലയത്തിൽ കടന്നു വരുമ്പോൾ ഒരു ദൈവദാസൻ നമ്മളെ നോക്കി പ്രാർത്ഥിച്ചിട്ട് ഒരു ദൂത്, ഒരു ദൈവാലോചന, അനുഗ്രഹ വാക്ക് പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരും. അവളത് ഏറ്റെടുത്ത് പോയി. പിന്നെ അവിടെ മുഖം വാടിയില്ല. പിറ്റേ വർഷമായപ്പോൾ അവൾക്കൊരു കുഞ്ഞിനെ ദൈവം നൽകിക്കൊടുത്തു. അവൾ ആ കുഞ്ഞിനെ ആലയത്തിൽ കൊടുത്തു. അവൻ വളർന്ന് ഇസ്രായേലിലെ ഒരു വലിയ പ്രവാചകനായി, ശമൂവേലായി തീർന്നു. പ്രവാചകൻ മാത്രമല്ല, ഇസ്രായേലിലെ വലിയ ന്യായാധിപനായി അവനെ ദൈവം ഉയർത്തുവാനിടയായി തീർന്നു. മാത്രമല്ല, പിന്നത്തേതിൽ അവൾക്ക് 5 തലമുറകളെ കൊടുത്ത് ദൈവം അവളെ അനുഗ്രഹിക്കാൻ ഇടയായി തീർന്നു. ഇപ്പോൾ ചില നാളുകൾ ദുഃഖിച്ചെങ്കിൽ, പ്രയാസം അനുഭവിച്ചെങ്കിൽ, ദൈവമായ കർത്താവ് അവിടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുവാൻ ഇടയായി തീർന്നു. ഇവിടെ പറയുന്നു, ഹൃദയം സ്വന്തം ദുഃഖത്തെ അറിയുന്നു, അതിൻ്റെ സന്തോഷത്തിലും അന്യൻ ഇടപെടുന്നില്ല. ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് പറയട്ടെ, നീ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ ആരും അറിയുന്നില്ല. നിൻ്റെ ഞെരുക്കം, നിൻ്റെ വേദന, നിൻ്റെ ഭാരം, നിൻ്റെ പ്രയാസം നീ ആരോടും പറഞ്ഞാലും മനസ്സിലാവത്തില്ല. എന്നാൽ അതറിയുന്ന ഒരു കർത്താവ് ദിവസങ്ങളിൽ നിൻ്റെ സ്ഥിതികളെ മാറ്റും. ദൈവം നിന്നെ അനുഗ്രഹിക്കും. ആരും സ്ഥിതിയും ദൈവം വിടുതൽ തരുമ്പോൾ, സന്തോഷം തരുമ്പോൾ, വലിയ സമാധാനം നൽകി അനുഗ്രഹിക്കുമ്പോൾ അന്യൻ ആരും അതറിയത്തില്ല. ഇന്ന് നീ പറയും, അയ്യോ എൻ്റെ പാസ്റ്റർ അറിയുന്നില്ലല്ലോ, എൻ്റെ വിശ്വാസം അറിയുന്നില്ലല്ലോ, എന്നെ ആരറിയുന്നു എന്ന് ചിന്തിക്കുന്ന നിന്നോട് ദൈവത്തിൻ്റെ ആലോചന, ഹല്ലേലൂയ, അതിൻ്റെ ഹൃദയത്തിൻ്റെ സന്തോഷത്തിലും അന്യൻ ഇടപെടുന്നില്ല. ആരും അറിയാത്ത രീതിയിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. നിനക്ക് വലിയ സന്തോഷമുണ്ടാകും, വിടുതലുണ്ടാകും, നിൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, ഹൃദയം സ്വന്തം ദുഃഖത്തെ അറിയുന്നു, അതിൻ്റെ സന്തോഷത്തിലും അന്യൻ ഇടപെടുന്നില്ല. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.